السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. ആദരണീയരായ പണ്ഡിതന്മാരെ, സഹപാഠികളെ, സുഹൃത്തുക്കളെ, നമ്മുടെ ഈ ജംഇന്റെ 99ാമത്തെ ക്ലാസ്സിലേക്കാണ് അൽഹംദുലില്ലാഹ് പ്രവേശിച്ചിട്ടുള്ളത്. നമ്മൾ ഇതുവരെ എടുത്തതായ എല്ലാ ക്ലാസ്സുകളെയും എന്നെന്നും ഉപകരിക്കുന്ന രൂപത്തിൽ അല്ലാഹു ആക്കി തരട്ടെ. കൂടുതൽ പഠിക്കുവാനും വിശകലനം ചെയ്യുവാനും വിതരണങ്ങൾ നടത്തുവാനും അല്ലാഹു ആഫിയത്തോടുള്ള ദീർഘായുസ്സ് നൽകി നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്, ഇന്നലെ ഒരു സൂചന ഞാൻ നൽകിയിരുന്നല്ലോ, മരിച്ചാളെ തഖ്ലീദ് ചെയ്യുക. ആ മരിച്ചാളെ തഖ്ലീദ് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ള വിശദീകരണം പിറകെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ആ ഒരു ചർച്ചയിലേക്കാണ് ഇന്നത്തെ പ്രവേശനം. വയജൂദു തഖ്ലീദുൽ മയ്യിത്തി, മരിച്ച ആളെ തഖ്ലീദ് ചെയ്യാൻ പറ്റും. ലിബഖായി ഖൗലിഹി, പറഞ്ഞ ആള് മരിച്ചു പോയാലും വാക്കിവിടെ ഉണ്ടല്ലോ, ആ വാക്കിനോട് അവശേഷണമുണ്ടല്ലോ. അപ്പോൾ വാക്കിവിടെ ശേഷിക്കുന്നത് കൊണ്ട് മരിച്ചുപോയി എന്ന് വിചാരിച്ചതുകൊണ്ട് വാക്ക് തള്ളേണ്ടതില്ല, സ്വീകരിക്കാം. അത് ഞാൻ വെറുതെ പറഞ്ഞതല്ല. കമാ ഖാല ശാഫിഈ, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, അൽ മദാഹിബു ലാ തമൂതു ബിമൗതി അർബാബിഹാ എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മദ്ഹബിന്റെ പണ്ഡിതന്മാരൊക്കെ മരിച്ചുപോയി, അതുകൊണ്ട് മദ്ഹബ് മരിക്കൂല. ശരിയല്ലേ? ഇന്ന് നമ്മൾ അംഗീകരിച്ചുകൊണ്ടിരിക്കുന്ന 4 മദ്ഹബുണ്ട്. ഈ 4 മദ്ഹബിനും ഇന്ന് ജീവനുണ്ട്. പക്ഷേ ആ 4 മദ്ഹബിന്റെ ഇമാമികൾ മരിച്ചു പോയിട്ടുണ്ട്. നമുക്ക് അനുഭവ സത്യമല്ലേ? ഇവിടെ എതിരുണ്ട്. ഖിലാഫല്ലിൽ ഇമാമിർ റാസി, ഇമാം റാസി തങ്ങൾ ഇതിനെതിരാ. ഫീ മൻഇഹി, മരിച്ച ആളെ തഖ്ലീദ് ചെയ്യാൻ പറ്റൂല എന്നാണ് മൂപ്പര് പറയുന്നത്. ഖാല, ഇമാം റാസി തങ്ങൾ പറഞ്ഞു, ലി അന്നഹു ലാ ബഖാ ഖൗലിൽ മയ്യിത്തി, മരിച്ച ആള്, അയാൾ മരിച്ചാൽ അയാളുടെ ഖൗലിന് ഇവിടെ സ്ഥാനമില്ല എന്ന് പറഞ്ഞാൽ അവശേഷിപ്പില്ല. അപ്പോ മരിച്ച ആളുടെ ഖൗലിയുടെ ശേഷിപ്പില്ലാത്തത് കൊണ്ട് അത് സ്വീകരിക്കാൻ പറ്റൂല, തഖ്ലീദ് ചെയ്യാൻ പറ്റൂല എന്നാണ് ഇമാം റാസി തങ്ങൾ പറയുന്നത്. മൂപ്പർ അതിന് ലക്ഷ്യവും പറയുന്നുണ്ട്. ബി ദലീലി ഇൻ ഇഖാദിൽ ഇജ്മാഇ ബഅദ മൗത്തിൽ മുഖാലിഫി, ഇജ്മാഇനെ എതിർത്തുകൊണ്ടിരിക്കുന്ന ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇജ്മാ ആകെ കഴിഞ്ഞില്ല, അയാൾ മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഇവിടെ ആരും എതിർക്കാനുമില്ല. അപ്പോ മുഖാലിഫ് എതിർക്കുന്ന ആള് മരിച്ചതിന് ശേഷം പിന്നെ അവിടെ ഇജ്മാ മുന്നഖിദാണല്ലോ എന്നതാണ് ദലീൽ. ആ ദലീൽ വെച്ച് നോക്കുമ്പോ മരിച്ച ആളുടെ ഖൗലിന് ഇവിടെ എന്തില്ല, സ്ഥാനല്ല, ശേഷിപ്പില്ല എന്നുള്ളതാ. കാല, പിന്നെ ഇവിടെ സംശയം വരുന്നത് കിതാബുകൾ ഉണ്ടല്ലോ എന്നാണ്. മുപ്പര് മദ്ഹബിന്റെ പണ്ഡിതൻ മരിച്ചു പോയാലും അതൊക്കെ രേഖപ്പെടുത്തിയ ഗ്രന്ഥങ്ങളുണ്ടല്ലോ എന്നുള്ളതാണ്. ഖാല, ഇമാം റാസി പറയുന്നു, തസ്നീഫുൽ കുതുബി ഫിൽ മദാഹിബി മഅ മൗതി അർബാബിഹ, മദ്ഹബിന്റെ പണ്ഡിതന്മാര് മരിക്കലോടുകൂടി തന്നെ മദ്ഹബുകളിൽ കിതാബിന്റെ രചന, ആ കിതാബുകൾ രചിക്കുന്നത് എന്തിനാ? ഇസ്തിഫാദത്തി ത്വരീഖിൽ ഇജ്തിഹാദി, അത് മൂപ്പരുടെ ഖൗൽ എടുക്കാനല്ല, ഗവേഷണത്തിന്റെ വഴി മനസ്സിലാക്കാൻ വേണ്ടിയാ. മിൻ തസറുഫിയും, ആ മരിച്ചുപോയ മദ്ഹബിന്റെ പണ്ഡിതന്മാര് എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്, ഫിൽ ഹവാദിസി, പുതിയ സംഭവവികാസങ്ങളിൽ അവർ കൈകാര്യം ചെയ്തതിൽ നിന്നൊരു ഗവേഷണം നടത്തണം. ആ ഗവേഷണം നടത്തുന്ന വഴി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. കൈഫിയത്തി ബിനായ് ബഅദിഹ അലാ ബഅദ്, ചിലതിന്റെ മേൽ എടുക്കുന്ന രൂപം എങ്ങനെയാണ് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് രചനകൾ നടത്തിയിട്ടുള്ളത്. ഒരു മാരിഫത്തുൽ മുത്തഫിഖി അലൈഹി മിനൽ മുഖ്തലിഫി ഫീഹി, ഏതാണ് അഭിപ്രായ ഭിന്നതയുള്ളത് അതിനെ തൊട്ട് മുത്തഫഖുൻ അലൈഹി ആയത് ഏതാണെന്ന് അറിയണം. ഇത്തരം കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് മദ്ഹബുകളിൽ അതിന്റെ ആൾക്കാർ മരിച്ചു പോയതോടൊപ്പം തന്നെ ഗ്രന്ഥങ്ങൾ രചിച്ചു വെച്ചത്, എന്നല്ലാതെ അവിടെ വാക്കുകൾ സ്വീകരിക്കാനല്ല എന്നൊക്കെയാണ് ഇമാം റാസി തങ്ങൾ പറഞ്ഞത്. എങ്കിൽ അത് എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. എതിർത്തു, അതിനെ എതിർക്കപ്പെട്ടു. ബി ഹുജ്ജിയത്തിൽ ഇജ്മാ ഹുജ്ജത്താണല്ലോ. ബഅദ മൗത്തിൽ മുജ്മിഈന, ഇജ്മാ ആക്കിയ പണ്ഡിതന്മാരൊക്കെ മരിച്ചു.
ഓല് മരിച്ചുപോയി. മുജ്മിങ്ങളൊക്കെ മരിച്ചതിന് ശേഷം കൂടെ ഓല് പറഞ്ഞ ഇജ്മ അവിടെ ഉണ്ടല്ലോ, ആ ഇജ്മ ഇന്ന് ഹുജ്ജത്തല്ലേ ആണല്ലോ. അപ്പൊ പിന്നെ ഇനി ഈ പറഞ്ഞ വിഷയം ശരിയല്ല എന്നർത്ഥം. അത് അവിടെ പൊളിച്ചു. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ മദ്ഹബിന്റെ പണ്ഡിതൻ മരിച്ചാലും അയാളുടെ വാക്കിന് നിലവിലയുണ്ട്, അപ്പൊ സ്വീകരിക്കാം. സാലിസുഹ എങ്കിൽ മൂന്നാം കൗല് യജൂസു തഖ്ലീദ് ചെയ്യാൻ പറ്റും, നിബന്ധനയുണ്ട്. ഇൻ ഫുഖിദൽ ഹയ്യും ജീവനുള്ള ഒരാളെ കിട്ടിയില്ല. ഈ മസ്അല ചോദിക്കാനും പഠിക്കാനും ജീവനുള്ള ഒരാളെ കിട്ടിയില്ല, പിന്നെ മരിച്ച ആളെ വാക്കിയോടെ ഉള്ളൂ, എന്നാൽ സ്വീകരിക്കാം. എന്തിന്? ലിൽ ഹാജത്തി, അയാൾക്കെന്തോ ഒരു മസ്അല പ്രശ്നം വന്നു, അതുകൊണ്ട്. ബി ഖിലാഫി മാ ഇദാ ലം യുഫ്ഖദ്, ഇല്ലാതെയാക്കപ്പെടൂല എന്നതിനെതിരെ, ഇല്ലാതെയാക്കപ്പെടില്ല എന്നതിനെതിരെ. അപ്പൊ ഉണ്ട് എന്നർത്ഥം. അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ പറ്റില്ല. റാബിഉഹ നാലാമത്തെ അഭിപ്രായം, കാല നാലാമത്തെ അഭിപ്രായക്കാര് പറയുന്നത് അസ്സഫിയുൽ ഇന്ദിയാണ്. മൂപ്പര് പറയാണ് യജൂസു തഖ്ലീദുഹു ഫീമ നുഖില അൻഹു, മരിച്ച ആളെ തൊട്ട് നക്കൽ ചെയ്യപ്പെട്ട കാര്യം എന്താണോ അക്കാര്യത്തിൽ എന്ത് ചെയ്യാം, അയാളെ തഖ്ലീദ് ചെയ്യുന്നതിന് വിരോധമില്ല. അതന്നെ ഈ നഖലഹു അൻഹു മുജ്തഹിദും ഫി മദ്ഹബിഹി, തന്റെ മദ്ഹബിൽ ഒരു മുജ്തഹിദ് അദ്ദേഹത്തെ തൊട്ട് നക്കൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സ്വീകരിക്കാം. എന്നാ പിന്നെ മരിച്ചാൾ ആ വിഷയത്തിൽ സ്വീകരിക്കാന്നപ്പോ പറഞ്ഞത്. അത് സ്വീകരിക്കണമെങ്കിൽ തന്നെ ഒരു മുജ്തഹിദ് തന്റെ മദ്ഹബിൽ എന്ത് വേണം, അത് നക്കൽ ചെയ്യണം. കാരണം ലി അന്നഹു മുജ്തഹിദ് ലി മഅരിഫത്തിഹി, ഈ മുജ്തഹിദ് അറിഞ്ഞു, മദാരികഹു ആ മരിച്ചുപോയ മുജ്തഹിദിന്റെ ലക്ഷ്യം എന്താണ് ഇവിടെ അറിഞ്ഞു. യുമയ്യിസു ബൈന മസ്തമറ അലൈഹി വമാലം യസ്തമിറ അലൈഹി, ഏതിന്റെ മേലിലാണ് ആ മരിച്ചുപോയ ആള് സ്ഥിരമായി നിന്നത്, സ്ഥിരമായി നിൽക്കാത്തത് എന്നതിന്റെ ഇടയിൽ വകതിരിച്ചു തരുന്നൊരു ലക്ഷ്യമുണ്ട്. അത് ഇപ്പൊ ഉള്ള മുജ്തഹിദിന് അറിയാൻ കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് അയാൾ നക്കൽ ചെയ്താൽ സ്വീകരിക്കാം. ഫലാ യുങ്കലു, അപ്പോ നക്കൽ ചെയ്തിട്ടില്ല, ലിമൻ ഒരുത്തൻ, യുഖല്ലിദുഹു അയാൾ എന്താ, അപ്പൊ ഫലാ യങ്കുലു അയാൾ നക്കൽ ചെയ്യൂല, ലിമൻ ഒരുത്തനക്ക് ചെയ്തു കൊടുക്കൂല, യുഖല്ലിദുഹു ആ ഒരുത്തൻ ഇയാളെ സ്വീകരിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരാൾക്ക് ഈ മുജ്തഹിദ് നക്കൽ ചെയ്ത് കൊടുക്കൂലല്ലോ. ഇല്ലാ മസ്തമറ ഇലൈഹി, ഏതിന്റെ മേലിലാണോ ആ മുജ്തഹിദായ മരിച്ചുപോയ ആള് നിലകൃതിയായത് അതേ ആൾ നക്കൽ ചെയ്ത് കൊടുക്കുള്ളൂ, അപ്പൊ പറ്റും. ബി ഖിലാഫി ഗൈരിഹി, ഇതല്ലാത്തതിനെതിരെ അവർ മുജ്തഹിദ് നക്കൽ ചെയ്തിട്ടില്ലെങ്കിൽ മരിച്ച ആളെ നക്കൽ ചെയ്യാൻ പറ്റൂല. ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ അഭിപ്രായങ്ങൾ. അത് കഴിഞ്ഞു, തഖ്ലീദിന്റെ വിഷയം കഴിഞ്ഞു. ഇനി ഫത്വ ചോദിക്കലാ. വയജൂസു ഇസ്തിഫ്താഉ മൻ ഉരിഫ ബിൽ അഹ്ലിയ്യത്തി ലിൽ ഇഫ്താഇ, ഫത്വ കൊടുക്കുവാൻ അർഹനാണ് എന്നതുകൊണ്ട് അറിയപ്പെട്ട ഒരാളുണ്ടെങ്കിൽ അയാളോടാണ് ഫത്വ ചോദിക്കൽ ജായിസ്. ഔ ദുന്ന അഖിലൻ ലഹു, അല്ലെങ്കിൽ അയാൾ അതിന് അഖിലാണെന്ന് അറിഞ്ഞിട്ടില്ല തന്നെ ഉള്ളൂ. ഈ രണ്ടിലൊന്നുണ്ടെങ്കിൽ അയാളോടാണ് ഫത്വ തേടേണ്ടത് ജായിസ. എല്ലാവരോടും പോയി ചോദിച്ചാലൊന്നും പറ്റൂല. അതെങ്ങനെ ദുന്നയാവുക? ഇജ്തിഹാരി ബിൽ ഇൽമി വൽ അദാലത്തി, നീതി അതുപോലെ തന്നെ അറിവ്, ഇത്തരം കാര്യങ്ങൾ പ്രചാരം ഉണ്ടാവുക. ഇങ്ങനെ പ്രചാരം വരുമ്പോൾ സമ്മതം കൊടുക്കും. ഈ അദാലത്ത് ഇൽമ് എന്ന് പറഞ്ഞ ഹാദാ റാജിഉൻ ഇലൽ അവ്വൽ മൻ ഉരിഫ ബിൽ അഹ്ലിയ്യത്തിലേക്ക് മടങ്ങുന്നതാണത്. വന്ദിസാബിഹി, അദ്ദേഹം ചൊവ്വായി നിൽക്കുന്ന ആളാണ് എന്നതും പ്രചാരമുണ്ടായി. വന്നാസ്, ജനങ്ങളൊക്കെ മുസ്തഫ്തൂന ഫത്വ ചോദിക്കുന്നു ലഹു ഇയാളോട്, ഇതും പ്രചാരമുണ്ടാവുക. ഈ പറഞ്ഞ കാര്യം ഹാദാ റാജിന സ്ഥാനി ഔലുന്ന അഖിലൻ ലഹു എന്ന് പറഞ്ഞതിലേക്കാണ് മടക്കുക. ഈ രണ്ടാമൊരു രീതിയിലുള്ള ആളുണ്ടെങ്കിൽ അയാളോടാണ് ഫത്വ ചോദിക്കേണ്ടത്. ഓരോ കാന മന്ദുക്കിറ, പറയപ്പെട്ട ആള് കാളിയരാണെങ്കിൽ പോലും എന്ത് ചെയ്യാ, അയാൾക്ക് ഈ പറഞ്ഞ രൂപത്തിലൊക്കെ ആണെങ്കിൽ ചോദിക്കാം. ഫഇന്നഹു യജൂസു ഇഫ്താഉഹു, കാരണം കാളിയാര് അയാൾക്ക് പത്ത് കൊടുക്കാൻ പറ്റും. കവൈരി, ഇയാളല്ലാത്ത മറ്റാൾ പത്ത് കൊടുക്കുന്ന മാതിരി തന്നെ ഇനി പറയപ്പെടുന്ന കാലിനെ വെച്ചോളി, ഇന്ന് കാലിർക്കും പറ്റും പത്ത് കൊടുക്കാം, അയാളോട് ചോദിക്കാം. വക്കീല, പറയപ്പെട്ടിട്ടുണ്ട് ലാ യുഫ്തി ഖാദിൻ ബിൽ മുആമലാത്തി,
ഇടപാടുകളുമായി നടക്കുന്ന കച്ചവടം പോലത്തെ ഇടപാടുകളൊക്കെ അത്തരം കാര്യങ്ങൾ ഖാദിയുടെ ഫത്വ വേണ്ട. ഖാദിയർ വിധിച്ചിട്ടുണ്ടെങ്കിൽ ആ വിധി തന്നെ മതി, ഫത്വക്ക് അവിടെ ആവശ്യമല്ല. അപ്പൊ ഫത്വയെ തൊട്ട് അത്തരം മുഅമലാത്തുൽ ഖാദിയർ വിധി എന്താണോ ആ വിധി ആവശ്യം തീർത്തു, ഫത്വ വേണ്ട. അനിൽ ഖാദി അതുപോലെ തന്നെ അനിൽ ഖാദി സുറൈഹ് ഖാദി സുറൈഹിനെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്, ഞാൻ അഖ്ലി വിധിക്കുന്നു, വലാ ഉഫ്തി ഞാൻ ഫത്വ കൊടുക്കൂല. അപ്പൊ അങ്ങനെ വരുമ്പോ ഖാദിർ വിധിച്ചു, ഇനി ഫത്വക്കടെ ആവശ്യമല്ല. അതാണ് പറഞ്ഞത്. ലൽ മജ്ഹൂൽ ഇൽമൻ ഔ അദാലത്തൻ, നീതിയുണ്ടോ അറിവുണ്ടോ എന്നൊന്നും അറിയപ്പെട്ടിട്ടില്ല, നീതിയാലോ അറിവാലോ അറിയപ്പെടാത്ത ഒരാളാണ്. അയാള് ഫത്വ തേടി പോകാൻ പറ്റില്ല. കാരണം അന്നൽ അസ്ല അദ്മുഹുമ, നീതിയും അറിവും അയാൾക്ക് ഇല്ലാതിരിക്കലാണ് അടിസ്ഥാനം. അറിഞ്ഞാൽ നമുക്ക് പോകാം, അറിയാത്ത ആൾ പോയി ചോദിച്ചിട്ട് എന്താ കാര്യം? വൽ അസഹു, അസഹായ അഭിപ്രായം വുജൂബുൽ ബഹസി അൻ ഇൽമിഹി, അയാളെ അറിവിനെ കുറിച്ചൊന്ന് ചർച്ച ചെയ്യൽ അത് നിർബന്ധമാണ്. അതെങ്ങനെയാ ചർച്ച ചെയ്യാൻ പോലെ? നേരെ അയാളെ മുന്നിൽ കൂടെ 10 ചോദ്യം ഉണ്ടാക്കി ചോദിച്ചാലാ കിസ് ചോദിക്കും പോലെ ചോദിക്കലാണോ? അല്ല. പിന്നെ എങ്ങനെയാണ് അറിവിനെ കുറിച്ച് മനസ്സിലാക്കുക? ആളെ ക്ലാസ് എടുക്കുമ്പോൾ അവിടെ പോയിരിക്കലാണോ? അല്ല. അല്ലെങ്കിൽ വാദറിയുമ്പോൾ കേൾക്കുക, അങ്ങനൊന്നും അല്ല. പിന്നെ എങ്ങനെയാ? അലന്നാസ അൻഹു, ഇങ്ങനൊരു മോലേരുണ്ട്, അയാളെ കുറിച്ച് ഇങ്ങനെ കേൾക്കുന്നുണ്ട്, ശരിയാണോ? ഇങ്ങനെ അവിടെ കൂടിയ നാട്ടുകാരെ ജനങ്ങൾക്ക് ചോദിക്കുമ്പോൾ ജനങ്ങൾ പറഞ്ഞു കൊടുക്കും. അപ്പോഴാണ് ആളെ ഇൽമുള്ള ആളാണ് തിരിയാൻ. നല്ലൊരു മസാല, കെട്ടിപ്പിണഞ്ഞൊരു മസാല ഉണ്ടായിരുന്നു, ലോകത്താർക്കും അത് കിട്ടിയില്ല. വലിയൊരു ആലിമുണ്ട് ഇവിടെ. അങ്ങനെ ആ വലിയൊരു ആലിമിനോട് ചെന്ന് ചോദിച്ചു, ആ ആലിമി ഇയാളാണ്. ഇങ്ങനെ വിവരം കിട്ടുമ്പോൾ അയാൾക്ക് ഇൽമുണ്ടെന്ന് മനസ്സിലാവൂലേ? ഇങ്ങനെ ചർച്ച ചെയ്യാം. ഈ ചർച്ച നിർബന്ധമാണ്. വക്കീല പറയപ്പെട്ടിട്ടുണ്ട്, യകിഫി ഇസ്തിബാദത്തു ബൈനഹും, ജനങ്ങൾക്കിടയിൽ ഇയാളൊരു നല്ലൊരു അറിവുള്ള ഒരാളാണെന്നുള്ള പ്രചാരം തന്നെ മതി, വാറൊന്നും വേണ്ടല്ലോ. വൽഇക്തിഫാഉ ബില്ലാഹിൽ അദാലത്തി, അദാലത്ത് ചികഞ്ഞ് പരിശോധിക്കാൻ നടക്കൊന്നും വേണ്ട. നീതിയുണ്ടെന്നുള്ള ഒരു പൊതുവെയുള്ള അറിവുണ്ടല്ലോ, അതാണ് അദാലത്ത് വെളിവാവുക എന്ന. ആ വെളിവാവൽ എങ്ങനെയാണോ അത് മതി, വേറൊന്നും വേണ്ട. വക്കീല പറയപ്പെട്ടിട്ടുണ്ട്, ലാബുദ്ദമിനൽ ബഹസി അൻഹ, അദാലത്തിനെ കുറിച്ച് ചർച്ച തന്നെ നടത്തണം എന്താണ് കീല പറയുന്നത്. വൽഇക്തിഫാഉ ബി ഖബറിൽ വാഹിദി, ഇയാൾക്ക് ഇൽമുണ്ട് നീതിയുണ്ട് എന്നൊക്കെ അറിയാൻ ആര് മതി? ഒരു ഖബർ വാഹിദ് ഒരാൾ പറഞ്ഞാൽ തന്നെ മതി. ഖബർ വാഹിദ് കൊണ്ട് മതിയാക്കാം, നേരത്തെ ചോദിക്കൊന്നും വേണ്ട. അൻ ഇൽമിഹി വ അദാലത്തി, ഈ അറിവുള്ള ആളുടെ അറിവിനെ കുറിച്ചും നീതിയെ കുറിച്ചൊക്കെ ഒരാളെ കൊണ്ടുള്ള വിവരം തന്നെ മതിയെന്ന. ബിനാ അൻ അൽ ബഅസി അൻഹുമ, അത് രണ്ടിനെ കുറിച്ചും ചർച്ച ചെയ്യണമെന്നല്ലേ പറഞ്ഞത്? അതനുസരിച്ച് വരുമ്പോ ഒരാൾ കൊടുത്താലും മതി. വക്കീല പറ്റൂല, ലാ ബുദ്ദമിൻ സുനൈനി, ഒരു രണ്ടാളെങ്കിലും വേണം എന്നുള്ളതാണ് കീല. ഒരു ആമി, വിവരമില്ലാത്ത ഒരാൾക്കുണ്ട്, സുആലുഹു അയൽ ആലിമി, ആലിമിനോട് ചോദിക്കാം, അം അഖദിഹി ഫീമാ അഫ്താഹു ബിഹി, ഏതൊന്നുകൊണ്ടാണോ ഈ ആലിമ് ഈ ആമിന് ഫത്വ കൊടുത്തത് അക്കാര്യത്തിൽ ചോദിക്കാം. ഇതിനുള്ളതായ തെളിവന്ത്, നിങ്ങൾ എവിടുന്നാണ് ഈ മസല കണ്ടെത്തിയത് എന്നൊക്കെ ചോദിക്കാം. എന്തിനാണ് അങ്ങനെ ചോദിക്കുന്നത് ചോദിച്ചാൽ, ഇസ്തിർഷാദൻ, ഒരു സന്മാർഗം തേടാൻ വേണ്ടിയിട്ട, ഐ ത്വലബൻ ലി ഇർഷാദി നഫ്സിഹി, ഈ ചോദിച്ചതായ ആമിന്റെ നഫ്സിന് സന്മാർഗത്തിലേക്കൊന്ന് നയിക്കുക, ഇർഷാദ് കിട്ടുക. ആ ഇർഷാദ് തേടിക്കൊണ്ടാ ചോദിച്ചത്. അതെങ്ങനെ? ബി അൻതുദിന ലിൽ ഖബൂലി ബി ബയാൻ മഖദി, ഈ മസ്അല പറഞ്ഞത് ഇന്നതിൽ നിന്നാണെന്ന് ആ ദലീലൊക്കെ വിശദീകരിച്ചു കൊടുക്കുമ്പോ ഈ ചോദ്യകർത്താവ് വേഗം സ്വീകരിക്കാൻ ബോധ്യപ്പെട്ടു നിൽക്കും. അങ്ങനെ ആ സ്വീകരിക്കലിന് എന്താവുന്നറിയാമോ? ഈ ശരീരം കെട്ട് തുനിഞ്ഞു നിൽക്കും. ഇങ്ങനെ ബോധ്യമായി നിൽക്കൽ കൊണ്ട് ശരീരത്തിന് ഇർഷാദ് കിട്ടും, സന്മാർഗം ലഭിക്കൽ കിട്ടും. അത് കിട്ടാൻ വേണ്ടി ചോദിക്കാം. അതല്ലാതല്ല തഅന്നുതൻ, മത്സരിക്കാൻ വേണ്ടിയല്ല. ഇന്നിപ്പോ അങ്ങനെയാണല്ലോ, ഒരുപാട് മൂല്യന്മാരുണ്ട്. ചോദിച്ചാല് എവിടുന്ന് കിട്ടി, അങ്ങോട്ട് കിട്ടി എന്ന് അയാളിട്ട് കുഴക്കും. ഇങ്ങനെ മത്സരണത്തിന് വേണ്ടിയിട്ട് ചോദിക്കാതെ പറ്റൂല. സുമ്മ അലിഹി, അത് കഴിഞ്ഞാൽ ഇങ്ങനെ ചോദിക്കുമ്പോ അൽ ആലിമി, ഈ പണ്ഡിതന്റെ മേൽ നിർബന്ധ, ബയാനു അയൽ മഖദ് ലിസായിലിഹിൽ മദ്കൂരി, നമ്മൾ നിബന്ധന വെച്ച് പറയപ്പെട്ട സായിലിനോട്
ആ മഹദൊക്കെ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം കണ്ടെത്തിയ ആ മസ്അലക്ക് തെളിവുണ്ടാവും. ആ തെളിവ് പറഞ്ഞു കൊടുക്കണം, വിശദീകരിച്ചു കൊടുക്കണം. എന്തിന്? തഹസീൽ അലി റിഷാദി, ഈ ചോദ്യകർത്താവിന് ഒരു സന്മാർഗം കിട്ടാൻ വേണ്ടിയിട്ട്. ഇല്ലം യക്കുൻ ഹഫിയൻ അലിഹി, അത് ഈ പണ്ഡിതന്റെ മേൽ ഹഫി ആയിട്ടില്ല എങ്കിൽ അയാൾക്കത് തിരിയും എന്നാണെങ്കിലാ. തിരിയാത്തതാണെങ്കിലോ ഫൈൻകാന അവ ഹഫി ആയാലോ തിരിയണില്ല. ബിഹൈസി യഖ്സുറു ഫഹ്മുഹു അൻഹു, പണ്ഡിതന്റെ അറിവ് അതിനെക്കുറിച്ച് വളരെ കുറവാണ്. ആ സ്ഥിതിക്ക് പറ്റി അറിയണില്ല, അറിയാൻ കഴിയുന്നില്ല. ഈ രൂപത്തിലുള്ള വാക്കതാണെങ്കിൽ ഫലാ യുബയ്യിനുഹു ലഹു, നബിലെ ചോദ്യകർത്താവിന് അത് വിശദീകരിച്ചു കൊടുക്കാൻ നിൽക്കണ്ട. സൗരല്ലി നഫ്സി അനി താഇബി ഫീമാ ലാ യുഫീദു, മനസ്സിലാക്കി കൊടുക്കാൻ കഴിയാത്ത വിഷയത്തിൽ എന്തിനു പ്രയാസപ്പെടണം? അത്തരം പ്രയാസത്തെ തൊട്ട് ശരീരത്തെ കാക്കാൻ വേണ്ടിയിട്ടാണ് അത് വിശദീകരിച്ചു കൊടുക്കണ്ട. ആ പരിശ്രമം കൊണ്ട് കാര്യമില്ലല്ലോ. വയഅ്തദിറു ലഹു, എന്നിട്ട് ആ ചോദ്യകർത്താവിനോട് ഈ പണ്ഡിതൻ കാരണം ബോധിപ്പിക്കുക. ബി ഖഫായിൽ മുദ്റക്കി അലേഹി, ഈ മസ്അലിന്റെ മേൽ അറിയിക്കുന്നതിന് തെളിവ് ഇവിടെ മനസ്സിലായിട്ടില്ല, മനസ്സിലാക്കി എടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് കാരണം പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെയാണ് ഇതിലുള്ള ചർച്ചകൾ. ഇതൊക്കെ നമ്മൾ പ്രധാനപ്പെട്ട് ചിന്തിക്കേണ്ടതും ആലോചിക്കേണ്ടതൊക്കെ തന്നെയാണ്. ഇതൊക്കെ നമുക്ക് ബാധകമാണ്. മസ്അലത്ത്, ഇനി മറ്റൊരു മസ്അല, യജൂസു ലിൽ ഖാദിരി അല തബ്രീഇ വതർജീഹി, ഒരു മസ്അല കഴിഞ്ഞാൽ അതിമൊന്ന് മറ്റൊന്ന് കണ്ടെത്താൻ കഴിയും. അതുപോലെ അഭിപ്രായങ്ങൾ വന്നാൽ റാജിയാക്കാൻ കഴിവുണ്ട്. ഇങ്ങനെ മറ്റൊരു മസ്അല തഫ്രീയായി കണ്ടെത്താനും റാജിയാക്കാനും കഴിവുള്ള ഒരാൾക്ക് ജായിസാണ്. വ ഇല്ലം യകുൻ മുജ്തഹിദൻ, ഇത്രയും കഴിവുള്ള ഒരാള് മുജ്തഹിദ് അല്ല എങ്കിലും റാജിയാക്കാനും അതിനാൽ തഫ്രീയായി വരുന്ന മസ്അല കണ്ടെത്താനും കഴിയും. അത്തരം ഒരാൾക്ക് ജായിസാണ്. ഐവൽ ഹാൽ, എത്തരത്തിൽ ഈ പറഞ്ഞ ആളുടെ അവസ്ഥ അന്നഹു ഗൈറു മുത്തസിം ബി സിഫാത്തിൽ മുജ്തഹിദി, ഒരു മുജ്തഹിദിന്റെ വിശേഷണം കൊണ്ട് വിശേഷണം ഇല്ലാത്ത ഒരാളാണ്. ആ നിലപാടിൽ തന്നെ തഫ്രീഇനും തർജീഹിനും കഴിവുള്ള ആൾക്ക് ജായിസാണ്. അൽ ഇഫ്താഹു ബി മദ്ഹബി മുജ്തഹിദിൻ, ഒരു മുജ്തഹിദിന്റെ മദ്ഹബ് കൊണ്ട് ഫത്വ കൊടുക്കാം. അപ്പൊ അറിവുള്ള നല്ലൊരു ആലിമ, പണ്ഡിതന്മാർക്കിടയിൽ പറഞ്ഞ അഭിപ്രായം റാജിയാക്കാൻ കഴിവുണ്ട്. ആ ഒരു മസ്അല മറ്റൊരു മസ്അല കണ്ടെത്താനുള്ള യോഗ്യതയുമുണ്ട്. പക്ഷെ മുജ്തഹിദ് ആയിട്ടില്ലതാണ്. എന്നാൽ ഇയാൾക്ക് ആ മദ്ഹബിലെ ആ മുജ്തഹിദ് അയാളെ മദ്ഹബ് ഏതാണോ ആ മദ്ഹബ് കൊണ്ട് ഫത്വ കൊടുക്കാൻ ഇയാൾക്ക് അധികാരമുണ്ട്. ഇത്തല, ആ മദ്ഹബ് വെളിപ്പെട്ടിരിക്കുന്നു. അല മഖദിഹി, ഖാദിർ വെളിപ്പെട്ടു, കഴിവുള്ള ആള് വെളിപ്പെട്ടു. അല മഖദിഹി, ആ മദ്ഹബില് ഉള്ള ആ മസ്അല എന്തിൽ നിന്നാണോ പോകുന്ന ദലീലെന്ന് ഈ ഖാദിന് അറിയാൻ കഴിഞ്ഞു. അങ്ങനെ വാഴ്ത്ത ഖദഹു, ഇതാണ് ആ മഖദ് എന്ന് ഇയാൾ വിശ്വസിക്കുകയും ചെയ്തു. എന്നാൽ എന്ത് ചെയ്യാം? ഇയാൾക്ക് ഒത്തു കൊടുക്കാം മദ്ഹബ് അനുസരിച്ച്. വഹാദ, ഇപ്പറഞ്ഞത് കമാ സ്വറഹ ബിൽ ആമുദിയു, ഇമാം ആമുദി ഇതുകൊണ്ട് വ്യക്തമാക്കി പറഞ്ഞതുപോലെ ഈ പറഞ്ഞ പരിപാടി ആർക്കാ? മുജ്തഹിദുൽ മദ്ഹബി, മദ്ഹബിലുള്ള ഗവേഷണ യോഗ്യനായ ആൾക്കാണ് ഈ പറഞ്ഞത്. ലി ഇന്തിബാഖി തഅരീഫിഹി സാബിഖി അലൈഹി, കാരണം മുജ്തഹിദിന്റെ തഅരീഫ് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ മുജ്തഹിദിന്റെ തഅരീഫ് മുമ്പ് പറഞ്ഞ ആ തഅരീഫ് മദ്ഹബിലുള്ള മുജ്തഹിദിന്റെ മേലും എന്താവും കൂടിച്ചേരും. അതുകൊണ്ടാണ് പറഞ്ഞത്. ഫയജൂസു ലഹുൽ ഇഫ്താഉ ബി മദ്ഹബി ഇമാമിഹി, അപ്പോൾ അയാൾ സ്വീകരിച്ച ഇമാമിന്റെ മദ്ഹബ് അനുസരിച്ചുകൊണ്ട് ഫത്വ കൊടുക്കാൻ ഇയാൾക്ക് അവകാശമുണ്ട്. ജായിസാണ് മുത്ലഖൻ, അവിടെ യാതൊരു ഉപാധിയുമില്ല. ലിവുഖൂഇ ദാലിക ബിൽ അൻസാരി, അക്കാലഘട്ടത്തിൽ അങ്ങനെ സംഭവിച്ചതിന് വേണ്ടി മുതകർറിൻ പലവട്ടമായി സംഭവിച്ചിട്ടുണ്ട്. സാഇഅൻ, വ്യാപകമായിട്ടുമുണ്ട്. മിൻ ഗൈരി ഇൻകാർ, ആരും നിഷേധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ബിഖിലാഫി ഗൈരിഹി, മദ്ഹബിലുള്ള മുജ്തഹിദ് അല്ലാത്താക്ക് എന്തിനാണ് പറ്റൂല. ഫഖദ് ഉൻകിറ അലൈഹി, അതല്ലാത്ത ആൾ ഇൻകാർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വഖീല, പറയപ്പെടുന്നുണ്ട്, ലാ യജൂസു ലഹു, മദ്ഹബിലെ മുജ്തഹിദിനും ഇങ്ങനെ ഫത്വ കൊടുക്കാൻ പറ്റൂല. എന്തുകൊണ്ട്? ഇന്തിഫായി വസ്ഫൽ ഇജ്തിഹാദി അൻഹു, ഒരു ഗവേഷണ യോഗ്യനായിരിക്കുക എന്നുള്ള വിശേഷണം ഈ പറഞ്ഞ മുഫ്തിക്കില്ല. അതുകൊണ്ട് തന്നെ വഇന്നമാ യജൂസുൽ ഇഫ്താഉ, ഫത്വ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇതിൽ മുജ്തഹിദി, അത് മുജ്തഹിദിന് മാത്രമുള്ള അവകാശമാണ്.
അല്ലാത്തവർക്ക് എന്ത് പത്ത് കൊടുക്കാനയ്യ? നമ്മളൊക്കെ പത്ത് അല്ല കൊടുക്കുക, നമ്മളൊക്കെ നാക്കിലീങ്ങളാണ്. വലാ നുസല്ലിമു വഖൂഅഹു മിൻ ഗൈരിഹി, മറ്റൊരാളിൽ നിന്ന് ഇതിന് പറ്റാത്ത മുജ്തഹിദ് അല്ലാത്തവരിൽ നിന്ന് ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടെന്ന് നമ്മൾ സംഭവിക്കൂല. ഫിൽ അഅ്സാരി മുതഖദ്ദിമി, മുൻകഴിഞ്ഞു പോയ കാലഘട്ടങ്ങളിൽ മുജ്തഹിദ് അല്ലാത്തവരിൽ നിന്ന് ഇങ്ങനെ ഫത്വ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കുകയുമില്ല. ഇങ്ങനെയാണ് അഖീല. വസാലിസുക, മൂന്നാമത്തെ അഭിപ്രായം, യജൂസു ലഹു, ഫത്വ കൊടുക്കാൻ ഇവന് പറ്റും. ഇന്റെ ആദിമിൽ മുജ്തഹിദ് ഇല്ലാത്ത കാലഘട്ടം. ഇന്ന് മുജ്തഹിദ് ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് മദ്ഹബിലെ മുജ്തഹിദ് അല്ലാത്താക്ക് ഫത്വ കൊടുക്കാം. ഹാജത്തി ഇലൈഹി, അവനതിൽ അവകാശം എന്നാണ് ആവശ്യം വന്നത്. അതുകൊണ്ടാണ് അവനാണ് അവകാശം. അപ്പോ ഈ പറഞ്ഞ ഖാദിറിന് എന്ത് ചെയ്യാ? ഫത്വ കൊടുക്കാം. മുജ്തഹിദ് ഇല്ലാത്ത കാലഘട്ടത്തിലാണെങ്കിൽ എന്ത് ചെയ്യാ? അന്നത്തെ കാലഘട്ടം മുജ്തഹിദ് ഇല്ലല്ലോ. പക്ഷെ ഈ പറഞ്ഞ തെർജീഹിനൊക്കെ കഴിവുണ്ട് തരണം. അങ്ങനത്തെ ഒരു പണ്ഡിതനാണെങ്കിൽ അയാൾക്ക് കൊടുക്കാം. അയാൾക്ക് അതിലേക്ക് ആവശ്യമുണ്ടായത് കൊണ്ട്. മുജ്തഹിദ് ഉള്ള കാലമാണെങ്കിൽ എന്തിന്? അപ്പൊ മുജ്തഹിദ് തന്നെ കൊടുക്കണം. നാലാമത്തെ അഭിപ്രായം പറയാനുള്ളത്, യജൂസുലിൽ മുഖല്ലിദി അൽ ഇഫ്താഉ, മുഖല്ലിദീങ്ങൾക്ക് ഫത്വ കൊടുക്കാൻ പറ്റുന്ന, വഇല്ലം യകുൻ ഖാദിറൻ അല തഫ്രീഅ വ തർജീഹി, റാജിഹാക്കുവാനോ തഫ്രീഅക്കുവാനോ കഴിവില്ല. അങ്ങനത്തെ കഴിവില്ലാത്ത ഒരാളാണെങ്കിൽ പോലും ഷാഫി മദ്ഹബ്, ഉദാഹരണമായി ഷാഫി മദ്ഹബ് സ്വീകരിച്ച ഇന്നത്തെ പണ്ഡിതന്മാരുണ്ടല്ലോ, അത്തരം പണ്ഡിതന്മാർക്ക് ഫത്വ കൊടുക്കാം. എന്താ ഫത്വ? ആ മദ്ഹബിലുള്ള ഫത്വ കൊടുക്കാം. കാരണം തന്റെ ഇമാമിനെയും തൊട്ട് അദ്ദേഹം എന്താണോ ഫത്വ കൊടുക്കുന്നെങ്കിൽ ആ ഫത്വ ഉദ്ധരിക്കുന്ന ആൾ എന്ന് മാത്രമേ ഉള്ളൂ. അൻഹു, ഇമാമിനെ തൊട്ട് ഇയാളിതാ ഉദ്ധരിക്കുന്നു എന്ന് വ്യക്തമായി പറഞ്ഞിട്ടില്ല എങ്കിലും തന്റെ ഇമാമിനെ തൊട്ട് ഇത് ഫത്വ കൊടുക്കുന്ന ഈ കാര്യം ഉദ്ധരിക്കുകയാണ് ചെയ്തത്. വഹാദൽ വാഖിഉ, ഇത് അൽ വാഖിഉ സംഭവിക്കുന്നതാണല്ലോ. ഫിൽ അഅ്സാരിൽ മുതഅഖിറത്തി, പിൻകാലക്കാരിൽ ഇതുണ്ടല്ലോ. അപ്പൊ നമ്മളൊക്കെ നാഖിലീകൾ അത് കൂട്ടാം മൗലവിമാര്. വയജൂസു ഖുൽവു സമാനി അൻ മുജ്തഹിദിൻ. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് മുജ്തഹിദിനെ തൊട്ട് സമാൻ ഖാലിയാവാൻ പറ്റോ ഇല്ലേ? കാലാകാലം മുജ്തഹിദ് വേണോ ഉണ്ടോ ഇല്ലേ എന്നുള്ള ചർച്ചയിലേക്കാണ് ഇനി നമുക്ക് വരാനുള്ളത്. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നാളെ നമുക്ക് കാണാം, എടുക്കാം. എല്ലാം അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു ഖൈർ നൽകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.